ചരിത്രത്തിലേക്ക് തിരിച്ചു നടന്ന് ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഗാന്ധിജിയിലേക്കുള്ള മടക്കം അത്തരമൊരു സാധ്യത വീണ്ടും തുറക്കുമോ? ചരിത്രമുറങ്ങുന്ന ബെളഗാവി വീരസൗധത്തിലേക്ക് മഹാത്മജിയുടെ ഛായാചിത്രം കയ്യിലേന്തി രാഹുൽ ഗാന്ധി നടന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ള നേതാക്കളും ഒപ്പം നടന്നു. 1924 ബെളഗാവി AIC സെഷനിൽ ജനനം കൊണ്ട സേവാദൾ എന്ന ആശയത്തിന്റെ പിന്തുടർച്ചക്കാർ ഗാന്ധി സ്മൃതി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലി. ബെളഗാവിയുടെ പാതയോരങ്ങൾ മഹാത്മജിയുടെ ചിത്രങ്ങൾ നിറഞ്ഞു. കോൺഗ്രസ് മഹാത്മജിയുടെ ദീപ്ത സ്മരണകളിലേക്ക്, മഹത്തായ പൈതൃകത്തിലേക്ക് തിരിച്ചു നടക്കുക കൂടിയായിരുന്നു. പഴയ പ്രവർത്തക സമിതി യോഗങ്ങളുടെ ഓർമ്മ ഉണർത്തി നേതാക്കൾ നിലത്തിരുന്നു. അതിനു തുനിഞ്ഞ രാഹുൽ ഗാന്ധിയോട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തനിക്കൊപ്പം കസേരയിൽ ഇരിക്കാൻ അഭ്യർത്ഥിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളും പ്രായവും കണക്കിലെടുത്ത് ഖാർഗെ നിലത്തെ ഇരിപ്പ് ഒഴിവാക്കി. 1924 അതേ സമ്മേളനം നടന്ന വലിയ വലിപ്പമില്ലാത്ത ഹാളിലാണ് ഈ യോഗവും നടന്നത്. ഹാളിനോട് ചേർന്നുള്ള കിണറടക്കം അതേപോലെ പരിപാലിച്ചിരുന്നു. ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് മുന്നിലാണ് പ്രവർത്തക സമിതി അംഗങ്ങൾ ഇരുന്നത്. ചുറ്റും 1924 സമ്മേളനവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ. ഗാന്ധിജി ഛായാചിത്രം കയ്യിലേന്തി രാഹുൽ ഗാന്ധിയും മറ്റു നേതാക്കളും വീരസൗധ പാർക്കിലാണ് ആദ്യം എത്തിച്ചേർന്നത്. അവിടെ മല്ലികാർജുൻ ഖാർഗെ ത്രിവർണ്ണ പതാക ഉയർത്തി വന്ദേ മാതരവും ദേശീയ ഗാനവും ആലപിച്ചു. ഗാന്ധിജിയുടെ മഹത്തായ പൈതൃകം പേറുന്നവരും ഗാന്ധി ഘാതകരും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളുടെ ഏറ്റുമുട്ടലാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള തീവ്ര ആശയ പ്രചാരണ യജ്ഞത്തിന് തുടർന്ന് സമ്മേളനം രൂപം നൽകി. ഇന്ന് കർണാടക നിയമസഭയുടെ ശീതകാല സമ്മേളനം നടക്കുന്ന ബെളഗാവിയിലെ നിയമസഭാ മന്ദിരത്തിൽ മഹാത്മജിയുടെ പ്രതിമ സ്ഥാപിക്കും. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി വിശാല പ്രവർത്തക സമിതി യോഗത്തിന് സുഖമില്ലാത്തതിനാൽ എത്തിച്ചേർന്നിരുന്നില്ല.